2 പതിറ്റാണ്ടോളം അദ്വാനിക്ക് കീഴിൽ ഗാന്ധിനഗറിൽ ഇപ്രാവശ്യം അമിത്ഷാ വീഴുമോ അതോ വാഴുമോ? നരേന്ദ്രമോദി ഗുജറാത്തിൽ നിന്ന് മത്സരിക്കുന്നില്ലെന്ന ഉറപ്പായതോടെ അമിത്ഷായുടെ ഗാന്ധിനഗറാണ് സംസ്ഥാനത്തെ താരമണ്ഡലം. എല്ലാ കണ്ണുകളും ഗുജറാത്തിൽ അങ്ങോട്ടാണ്. 2 പതിറ്റാണ്ടോളം LK അദ്വാനി പ്രതിനിധീകരിച്ച മണ്ഡലം BJP അധ്യക്ഷൻ സ്വയം തിരഞ്ഞെടുക്കുകയായിരുന്നു. നാമനിർദ്ദേശ പത്രിക നൽകാൻ 4 മണിക്കൂറോളം നീണ്ട റോഡ് ഷോ കഴിഞ്ഞ് സഖ്യകക്ഷി നേതാക്കളെ അണിനിരത്തിയുള്ള ശക്തി പ്രകടനത്തിനൊടുവിലാണ് അമിത്ഷാ എത്തിയത്. ഗുജറാത്തിലെ താരം താൻ തന്നെയെന്ന് ഓരോ തവണയും ഉറപ്പിക്കുകയാണ് അമിത്ഷാ. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം LK അദ്വാനിയുടെ പിന്തുടർച്ചക്കാരനാണെന്ന് പ്രഖ്യാപിച്ച പാർട്ടിയിലെ കലഹത്തെ മൂടിവെക്കാൻ അമിത്ഷാ ശ്രമിക്കുന്നുണ്ട്. നന്നായി. അമിത്ഷാ അങ്കത്തട്ടിലെത്തിയതോടെ അണികളും വലിയ ആവേശത്തിലാണ്. ഗാന്ധിനഗറിൽ ഇപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. NCP കോൺഗ്രസ് സഖ്യമുണ്ടായാൽ മുൻ മുഖ്യമന്ത്രി ശങ്കർ സിംഗ് വഗേല ഗാന്ധിനഗറിൽ അമിത്ഷായെ നേരിടാൻ ഇറങ്ങുമെന്ന വാർത്തകളുണ്ട്. എങ്കിലും ആ സാധ്യത ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. അതിന് മങ്ങലേറ്റിരിക്കുകയാണ്. ഗാന്ധിനഗറിന് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. കാർഷിക നാശം മുതൽ കോളനികളിലേക്ക് തള്ളപ്പെട്ട മനുഷ്യരും ഇപ്പോഴും ധൈര്യമായി വോട്ട് ചെയ്യാനായി പറ്റാത്ത മനുഷ്യരുമുണ്ട്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിലും ഇതൊരു ചർച്ചയായി പോലും ഉയരില്ല. മഹാ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അമിത്ഷാ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. BJP പ്രവർത്തകരെ സംബന്ധിച്ച് അവിടെ വലിയ വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അദ്വാനിക്ക് ശേഷം അമിത്ഷാ എത്തുമ്പോൾ അവർ കരുതുന്നതും അതുതന്നെയാണ് വലിയൊരു വിജയം. പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇല്ലാതെ ഗുജറാത്തിൽ അമിത്ഷാ ഇറങ്ങുമ്പോൾ അത് വലിയൊരു മുന്നേറ്റത്തിൽ കുറഞ്ഞതൊന്നും ആയിരിക്കില്ല പാർട്ടിക്ക് നൽകുക എന്ന് അണികൾ ഉറച്ചു വിശ്വസിക്കുന്നു. 2 പതിറ്റാണ്ടോളം പാർട്ടിയുടെ ഉറച്ച കോട്ട. അതുകൊണ്ട് തന്നെ ഇത്തവണയും കൈവിടില്ല, അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഗാന്ധിനഗറിലെ പാർട്ടി പ്രവർത്തകർ കണക്കുകൂട്ടുന്നത്. ഏതായാലും അമിത്ഷാ എത്തിയതോടുകൂടി താരമണ്ഡലം എന്ന പരിവേഷം ഗാന്ധിനഗറിന് ലഭിച്ചു കഴിഞ്ഞു. അദ്വാനിക്ക് ശേഷം അമിത്ഷാ അവിടെ എത്തുമ്പോൾ അത് BJPക്ക് ഒരു പുതിയ ചുവടുവയ്പാകുമോ അതോ ഗാന്ധിനഗറിൽ കാലിടറുമോ എന്നും സംശയിക്കുന്നവരുമുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ച കർഷകരുടെ പ്രശ്നങ്ങളടക്കം അവിടെ ഒരു വലിയ കർഷക വിരുദ്ധ വികാരമുണ്ട്. അത് എങ്ങനെ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കാത്തിരുന്നറിയേണ്ടി വരും. മാത്രവുമല്ല, പാർട്ടിക്കുള്ളിലെ ചില കലഹങ്ങൾ അത് മൂടിവെക്കാൻ അമിത്ഷാ തന്ത്രപരമായി ശ്രമിക്കുന്നുണ്ട്. അമിത്ഷായുടെ ബുദ്ധി ഇറക്കുന്നുണ്ടെങ്കിലും അത് അങ്കത്തട്ടിൽ പ്രകടമാകുമോ എന്ന കാര്യത്തിലും ചില സംശയങ്ങളുണ്ട്. ഏതായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഒരു മുഴം മുന്നേ പ്രചാരണം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് BJP. ഏതായാലും കോളനിവൽക്കരണവും കൃഷിനാശവും കർഷകരുടെ വിലാപവും തുരുത്തുകളിലേക്ക് തള്ളപ്പെട്ട മനുഷ്യരുമൊക്കെ ഗാന്ധിനഗറിൽ ചോദ്യമായി നിൽക്കുമ്പോൾ അവരൊക്കെ ഏത് രീതിക്ക് ചിന്തിക്കും? താമരയ്ക്ക് അനുകൂലമായിരിക്കുമോ ചിന്തിക്കുക, അതോ കൈക്ക് അനുകൂലമായിരിക്കുമോ? മഹാ അത്ഭുതങ്ങളൊന്നും ഇതിനിടയിൽ സംഭവിച്ചില്ലെങ്കിൽ, കോൺഗ്രസ് ശക്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയില്ലെങ്കിൽ വലിയ വിജയമായിരിക്കും അമിത്ഷാ അവിടെ നേടുക എന്നുള്ളതാണ് പാർട്ടി വൃത്തങ്ങൾ കണക്കുകൂട്ടുന്നത്.